പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ മനസ്സ് ഒരുപാട് എന്നെ വിഷമിപ്പിക്കുന്നു. ഗുണം പിടിക്കാത്ത ഓർത്തോസഭ എന്താ ചിന്തിക്കുന്നത്? അവർ പറയുന്നു മർത്തവാസിയെ സ്ഥാപിച്ച സഭ, അത് ഇന്നും ഒരു കോപ്പൻ വിളിച്ചു പറയുന്നു. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്തു തരാം. സെറാഫി വന്ന കള്ളൻ ബാംഗ്ലൂർ സൂചിച്ച് ജീവിച്ചേച്ച് ഇപ്പം തുമ്പോൺ ഭദ്രാസൻ വന്നിട്ടുണ്ട്. അവരെ പുരോഹിതന്മാരെല്ലാം കൂടെ ഒരു മലമണ്ട കയറിയിരുന്ന പാട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. മക്കളെ, ഇവർ ആർക്ക് വേണ്ടി വേല ചെയ്യണമെന്നാണ് നമ്മൾ നിരൂപിക്കുന്നു, അല്ല ദൈവം നിരൂപിച്ചതും അല്ല ഈ പുരോഹിതവർഗം. ഈ പുരോഹിതവർഗത്തെ ആരാണ് ഈ ലോകത്തിൽ പുതിയ നിയമത്തിൽ, അതായത് ഉണ്ട് സക്രിയ പുരോഹിതൻ, അത് കഴിഞ്ഞിട്ട് ശൗല് പോയി സ്തെഫാനോസിനെ ആ ശൗലിൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞപ്പോൾ ശൗൽ പിന്നെ പോയത് മഹാപുരോഹിതൻ്റെ അവിടെയാണ്. അവനോട് ദമസ്കോസിലെ സഭയിലേക്ക്, പള്ളികളിലേക്ക് കത്ത് തരാൻ, അവിടുത്തെ ക്രിസ്ത്യാനികളെ പിടിച്ചോണ്ട് വരാനായിട്ട്. ഈ ശൗലാരെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്ത്യാനിയെ ദോച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ഈ ക്രിസ്ത്യാനികളെല്ലാം അവിടെ ഇവിടെ ചിന്തിച്ചേറിപ്പോയി. അപ്പോഴും ഈ മഹാപുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ ആസനം അവിടെ ഉറപ്പിച്ച് ഇരുന്നു. ശൗൽ ചോദിച്ചു, മോനെ എടുത്തു കൊടുത്തു. അല്ല, എങ്കിൽ അവൻ്റെ തല കാണത്തില്ല. ശൗലിനെ എന്തുകൊണ്ടാണ് ദൈവം വിളിച്ചത്? ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുവിൻ. ശൗൽ ഒരു കാര്യത്തിറങ്ങി തിരിച്ചാൽ അത് അവൻ നിശ്ചയിച്ച പോലെ ചെയ്തേ വരത്തുള്ളൂ എന്ന് ദൈവത്തിനറിയാം. ദൈവം എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ദമസ്കോസിലോട്ട് അവൻ ക്രിസ്ത്യാനിയെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ പിടിച്ചത്. പോട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇന്നത്തെ പുരോഹിതവർഗം മെത്രാന്മാരും സുഖിച്ച് ജീവിക്കുന്നു. അവർ വിശ്വാസികളെ നോക്കുന്നുണ്ടോ? ഉണ്ട്. ഒരുപാട് വിശ്വാസികൾ സഭയിലുണ്ട്. അതിൽ പാവം പിടിച്ച മനുഷ്യരെ ഏതെങ്കിലും ഒന്നിനെ നോക്കുന്നുണ്ടോ? നിങ്ങൾ 10 പൈസ കൊടുത്താൽ ഉടനെ വിളിച്ചു പറഞ്ഞ് അവരെ നാണം കെടുത്തി വിടുന്ന നിന്നെയൊക്കെ എന്താ പറയുന്നത്? സെറാഫിയോ പറഞ്ഞത് കുംഭസാരം നമ്മുടെ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർന്ന് കൈമാറി കിട്ടിയത് എവിടെ? അതിൻ്റെ അപ്പനാണോ കിട്ടിയത്? അതോ നിനക്കാണോ കിട്ടിയത്? നീ പറ, എവിടെ വെച്ച്? ഈ ബൈബിളില്ലാത്ത കാര്യം നീ ഒന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് മുണച്ചോണ്ട് വരരുത്. മക്കളെ, ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയും. നീ ഒന്നും പറയത്തില്ല. നീയൊക്കെ പുറയിൽ നിന്ന് കാൽവെട്ടത്തേ ഉള്ളൂ. ഓർസഭയിൽ ഏതെങ്കിലും ഒരുത്തം പറ, തോമാശ്രീയുടെ സിംഹാസനം ഓർസഭയിലെ കാതോലിക്കായി കൊടുത്തതായിട്ട് രേഖ എന്തെങ്കിലും ഉണ്ടോ? അത് വേണ്ട. മക്കളെ, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ ഏത് മനുഷ്യനാണെങ്കിലും അവൻ പ്രാഗിയതേക്കും. അതായത് ഞാനിന്നും വീണു. സ്കൂട്ടറിന് ഞാൻ മെയിൻ റോഡിൽ നിൽക്കുന്ന റിവേഴ്സ് എടുത്ത സ്കൂട്ടർ വന്ന് ഒരു ഓട്ടോ വന്ന്
എൻ്റെ സ്കൂട്ടറെ തട്ടി ഞാൻ നിലത്ത് വീണു. അതൊക്കെ യാദൃച്ഛ്യം, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഇതൊന്നും എനിക്ക് വലിയ കാര്യമല്ല. പക്ഷെങ്കിൽ ഈ പ്രാകുന്നവരോട് ഞാൻ പറയുന്നത്, മക്കളെ, ഇതെല്ലാം ഞാൻ സഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കും. നിങ്ങളല്ല, നിങ്ങളുടെ അന്ത്യം എൻ്റെ കൺമുമ്പിൽ കാണും. നിങ്ങൾ ആരൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്കറിയാം. അതായത് പ്രത്യേകിച്ച് പുത്തയ്യ ഇടവകയെക്കുറിച്ചാണ്. മറ്റ് ഇടവകയെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞാനങ്ങ് പോകാറില്ല, പോകേണ്ട കാര്യമില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും കാതോലിക്ക അവിടെ ഇവിടെ തന്നെയാണെന്നതിൻ്റെ ഫോട്ടോ ഇട്ടോ അതിനെ ആദരിക്കുന്ന ദരിദ്രവാസികളാണ് ഇന്ന് ഓർത്തസഭയിലുള്ളത്. കാതോലിക്കകൾ ആരാണെന്ന് അറിയാമെങ്കിലും അറിഞ്ഞില്ല എങ്കിലും നീയൊക്കെ ഇപ്പോൾ ഇവരെ കുമ്പിട്ട് നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇത്രയും അധപ്പതിച്ചു പോയല്ലോ. ഒരു കാതോലിക്കയെ വായിക്കുമ്പോൾ പരുമല പള്ളിയിൽ പരുമലത്തിന് പേര് ആരാന്ന് ഈ തന്തയ്ക്ക് വർക്കാത്തവർ അറിയത്തില്ല. പരുമല പള്ളിയിൽ കാതോലിക്കയെ വായിച്ചപ്പോൾ അവർ പല്ലക്കിൽ പൊക്കിയെടുത്താട്ടി. ഇതെവിടുത്തെ ആചാരമാണ്? കാതോലിക്കയെ വാഴ്ത്തുമ്പോൾ അത് വാഴ്ത്തില്ലെങ്കിൽ എനിക്ക് ഇവനെ പൊക്കിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും സാധിക്കും. അവൻ എന്നെ കാണുന്നുണ്ട്. ഇന്ന് അതിനു വേണ്ടിയാണ് എല്ലാവന്മാരും കാതോലിക്കയുടെ പുറകെ നടക്കുന്നത്. ദൈവിക വേഴ്ച എന്ന് പറഞ്ഞു പോകുന്ന പുരോഹിതൻ എന്നെല്ലാം എന്തുദ്ദേശത്തോടു കൂടിയ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് പുരോഹിത വരയ്ക്ക് പോയാൽ ഒരു പ്രശ്നവും പിന്നെ ഉദ്ദേശിക്കുന്നത് ഉണ്ടാകത്തില്ല. കാരണം മാസം തോറും കിട്ടുന്നത് അവിടെ കിട്ടിയിരിക്കും. പിന്നെ കിമ്പളം വേറെ. ഭാര്യ ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഡിഗ്രിയുള്ള പെണ്ണുങ്ങളെ കണ്ടെത്തുള്ളൂ. അവർക്കും ജോലി. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കാലത്ത് പുസ്തക സ്കൂളിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നത് പ്രഗത്ഭരായ വാദ്യന്മാരായിരുന്നു. ഇന്ന് പുരോഹിതന്മാരുടെ ഭാര്യമാരാണ്. അവർ കൊഞ്ചിക്കൊഴിഞ്ഞ് കാണിക്കുന്നത്. കാണാനൊരു ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ എന്നുള്ളൂ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. എങ്കിലും മെർലിൻ കൊച്ചമ്മയുടെ കൊഞ്ഞാട്ടവും കയ്യെ കൊന്ത വെച്ചുകൊണ്ടുള്ള പ്രസംഗവും ഞാൻ കാണാറുണ്ട്. ഇവക്ക് എവിടുന്ന് കൊന്ത കിട്ടി? കത്തോലിക്കർ ജന്മം തൊട്ട് മരണം വരെ കൊന്ത കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ആ കൊന്ത മാറ്റി വച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല എങ്കിൽ മെർലിൻ കൊച്ചമ്മേ മോളെ, നിൻ്റെ കയ്യിലെ കൊന്ത അതിൻ്റെ ഉദ്ദേശം എന്താണ്? നീ ഒന്ന് പറയാമോ? നീ കൊന്തയല്ല, നിൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളാണ്, നിൻ്റെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളാണ് നീ മുക്കാൽ ഭാഗവും ഇൻഡയറക്റ്റ് വേയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നത്. ഞാൻ നിനക്ക് കാര്യമുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ എൻ്റെ ലൈവിൽ വന്ന് എന്നോട് സംസാരിക്കുക.